Hello everyone, welcome all to my video. Today we are going to discuss about the business process re-engineering. This is one of the important portion in business information system or management information system. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് meaning and definition of business process re-engineering and also the needs of business process re-engineering. So let's move to the slides. Business process re-engineering. What is business process re-engineering? Business process re-engineering means the rapid and radical redesign of strategic value-added business process and system, policies and organizational structure that support them to optimize workflow and productivity in an organization. So, മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു phases of ERP implementation process re-engineering എന്ന് പറഞ്ഞാൽ it is one of the important change in the ERP implementation process. So, ഇവിടെ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ ERP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രോസസ്സുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോസിൽ അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ്സിൽ അപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മാത്രം നമുക്ക് ERP സിസ്റ്റം ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അങ്ങനെ വരുത്തുന്ന ചെറിയ ചേഞ്ചസിനെ എന്ത് പറയുന്നത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റാഡിക്കൽ റീഡിസൈൻ ഓഫ് ദ ബിസിനസ് പ്രോസസ്. ഓരോ ബിസിനസ് പ്രോസസ്സിനെയും അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ മാറ്റം ആവശ്യമുള്ളത് അനിവാര്യമായിട്ടുള്ളത് ആ ബിസിനസ് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുകയും അതിനെ റീഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഒരു ഫോമിലോട്ട് നമ്മൾ മാറ്റുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു റീഡിസൈൻ ചെയ്യുന്ന സമയത്ത് ദ ഓർഗനൈസേഷൻ നീഡ് ടു ensure that it helps to optimize the workflow and productivity in an organization. നമുക്ക് അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും സാധിക്കണം. ആൻഡ് thereby we can able to reduce the cost of production and increase the profitability of the organization. So business process re-engineering എന്ന് പറഞ്ഞാൽ it is a redesigning of the existing business process to achieve a dramatic improvements in productivity, which also helps to reduce the cost of production. Mainly, the companies tries to rethink the existing process to deliver more value to the customers, because customers will made available of the quality product at low cost, and thereby the satisfaction of the consumer will be increased. So, ഇവിടെ ഓർഗനൈസേഷൻ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എല്ലാ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫംഗ്ഷണൽ ആക്ടിവിറ്റീസും നോട്ട് ലീഡ് ടു ദ അൾട്ടിമേറ്റ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോ അങ്ങനെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ വി വാണ്ട് ടു ഐഡന്റിഫൈ ദാറ്റ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് വി വാണ്ട് ടു എലിമിനേറ്റ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഓർ റീഡിസൈൻ ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഓർ റിസൾട്ട്. അത് മാത്രമല്ല നമുക്ക് ഓരോ ഫംഗ്ഷണൽ ആക്ടിവിറ്റീസിലും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ടെക്നോളജി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്യാറുണ്ട്. ആൻഡ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഈസ് ദ ഫണ്ടമെന്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ ഓഫ് ബിസിനസ് പ്രോസസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് dramatic improvement in critical contemporary measures of performance such as cost, quality, service and speed. And it is a process of examining the current process and redesigning those processes to increase the efficiency and effectiveness of an organization. That is called business process re-engineering. So, ഇവിടെ വരുന്നത് it is a fundamental rethinking and radical redesign of the existing process. Existing ആയിട്ടുള്ള ഏതെങ്കിലും പ്രോസസ്സിനെ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഫംഗ്ഷണൽ ആക്ടിവിറ്റീസിലാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഇംപ്രൂവ്മെന്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് കോസ്റ്റ്, ക്വാളിറ്റി, സർവീസ് ആൻഡ് ദ ടൈം. ആൻഡ് thereby the manager can able to remove unnecessary activities or replacing the outdated functional process in the organization. And the next one is the needs and objectives of business process re-engineering. The first need or objective of business process re-engineering is changing nature of business operation. Next is cost and cycle time reduction, promotes quality, impatient and demanding customers, simple and streamlined operation, increase efficiency, better results and products. So these are the important needs or objectives of business process re-engineering. Okay, let's go to the first need, that is changing nature of business operation. Here we all know that rapid changes are taking place in
each and every field of the organization or the environment in which the organization is working. So, we want to replace the traditional way of operation into the modern or streamlined operations. So, in order to withstand in the market or in order to face the competition in the market, we have to make certain changes in the organizational function and fastly implement these changes in the organization. Otherwise, it will adversely affect the organization's demand, sales or profitability. Therefore, the changes has to be implemented very fast, and those companies fail to go with these changes are likely collapse. So here the organization need to identify all the process in the organization and prioritize them in order of redesign urgently. So ഇവിടെ ഓർഗനൈസേഷൻ ചെയ്യേണ്ടത് എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് കമ്പനി ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കമ്പനി റീഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇവിടെ വി വാണ്ട് ടു ഐഡന്റിഫൈ ഓൾ ദ പ്രോസസ് ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാ പ്രോസസ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് പ്രയോറിറ്റൈസ് ദം ഇൻ ഓർഡർ ഓഫ് റീഡിസൈൻ അർജന്റ്ലി. എന്നിട്ട് അതിന് പ്രയോറിറ്റി അല്ലെങ്കിൽ റാങ്ക് ചെയ്യുക. പ്രയോറിറ്റി ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ബേസ് ചെയ്ത് നമ്മൾ അതിനെ റാങ്ക് ചെയ്യുന്നു. കാരണം ഓരോ ഫങ്ഷണൽ ആക്ടിവിറ്റീസും വിച്ച് ലീഡ്സ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോ അങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് ലിങ്ക് ചെയ്യാത്ത ഏതെങ്കിലും അൺഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, അതിനെ ഒഴിവാക്കാം. ആൻഡ് ദെർബൈ വി കൻ ഏബിൾ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഓർഗനൈസേഷൻ ഗോൾസിനെ അഫക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ വി വാണ്ട് ടു റീഡിസൈൻ വെരി അർജന്റ്ലി ആൻഡ് വി വാണ്ട് ടു പ്രയോറിറ്റൈസ് ദീസ് പ്രോസസ് ബേസ്ഡ് അപ്പോൺ ദ അർജൻസി ഓഫ് എക്സിക്യൂഷൻ. And there is a pressing demand to change company architecture and which cannot be achieved without redesigning existing unfit process. അതുപോലെ തന്നെ കമ്പനിക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. കാരണം കസ്റ്റമേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ കസ്റ്റമേഴ്സ് നല്ലൊരു രീതിയിൽ വേറെ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുകയാണെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അവൈലബിൾ ആവുകയാണെങ്കിൽ ദേ വിൽ മൂവ് ഓൺ ടു ദാറ്റ് പ്രോഡക്റ്റ്. സോ അതിന് പ്രോപ്പറായി നമ്മൾ ചെയ്യേണ്ടത് വി വാണ്ട് ടു റീഡിസൈൻ ദ എക്സിസ്റ്റിംഗ് അൺഫിറ്റ് പ്രോസസ്. നമുക്ക് ഫിറ്റ് ആവാത്ത ഏതെങ്കിലും പ്രോസസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആവാത്ത അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോസസ് ഉണ്ടെങ്കിൽ വി വാണ്ട് ടു റീഡിസൈൻ ദാറ്റ് എക്സിസ്റ്റിംഗ് പ്രോസസ്. ആൻഡ് കട്ടിംഗ് മേജർ ടാസ്ക് ഓഫ് കോസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ത്രൂഔട്ട് ദ വാല്യൂ ചെയിൻ. ഇനി നമ്മൾ വാല്യൂ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രോസസ് നമുക്ക് അഡീഷണൽ വാല്യൂ ഒന്നും തരുന്നുണ്ടാവില്ല. സോ അങ്ങനെയുള്ള പ്രോസസ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. വി വാണ്ട് ടു കട്ട് ഓഫ് ദാറ്റ് പ്രോസസ് ആസ് മച്ച് ആസ് പോസിബിൾ. Organizing the process, a company develop transparency throughout the operational level, reducing cost. It becomes easily implemented with the cross-functional teams, optimizing the decision making and cutting operational cost. ഇങ്ങനെ നമ്മൾ ഓരോ പ്രോസസ്സും പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ, റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, വിച്ച് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ റെഡ്യൂസിംഗ് ദ ഓപ്പറേഷണൽ കോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓപ്പറേഷണൽ ഓർ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ ഫ്യൂച്ചറിൽ വരുന്ന ഓരോ ചേഞ്ചസ് അനുസരിച്ചും വി വാണ്ട് ടു റീഅറേഞ്ച് ഓർ റീഡിസൈൻ അവർ എക്സിസ്റ്റിംഗ് പ്രോസസ് ആൻഡ് വിച്ച് വിൽ ലീഡ്സ് ടു അച്ചീവ് ദ ഓവറോൾ ഒബ്ജക്ടിവിറ്റി ഓർ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് നീഡ് ഓഫ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് ഈസ് കോസ്റ്റ് ആൻഡ് സൈക്കിൾ ടൈം റിഡക്ഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഓരോ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈം അല്ലെങ്കിൽ പ്രോസസ് ടൈം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദെർബൈ വി കൻ ഏബിൾ ടു സേവ് കോസ്റ്റ് ആൻഡ് ടൈം ആസ് മച്ച് ആസ് പോസിബിൾ. BRP helps to eliminate unproductive activities and redundant human labor. ഇനി റിപ്പീറ്റേറ്റഡ് ഹ്യൂമൻ ലേബർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സസ് ഹ്യൂമൻ ലേബേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും. ആൻഡ് ദെർബൈ വി കൻ ഏബിൾ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കാരണം നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് മോഡേൺ ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുമ്പ് ചെയ്തിരുന്ന പ്രോസസ്സിന് എടുത്തിരുന്ന ടൈമും കോസ്റ്റും മോഡേൺ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റും വരില്ല, അത്രത്തോളം ലേബേഴ്സിനും ആവശ്യകത വരില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് പ്രോസസ് ബിഫോർ BRP ഹാഡ് an average cycle time 5 hours, ഓപ്പറേഷൻസ് റീഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 5 മണിക്കൂർ വേണ്ടിയിരുന്ന ഒരു പ്രോസസ്സ് ആഫ്റ്റർ BRP ദ ആവറേജ് സൈക്കിൾ ടൈം ഷുഡ് ബി കട്ട് ഡൗൺ ടു ഹാഫ് ആൻ അവർ. 5 മണിക്കൂർ വേണ്ട സ്ഥാനത്ത് നമുക്കിപ്പോ അരമണിക്കൂർ മതിയാവും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് നമുക്ക് മോഡേൺ മെത്തേഡ്സ് യൂസ് ചെയ്താൽ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ആൻഡ് ദെർബൈ വി കൻ ഏബിൾ ടു റെഡ്യൂസ് ദ cost and cycle time. Companies easily adapt to changing operating times and reduce operating expenses. And the next point is promotes quality. The business process reengineering creates a clear picture of who does what. So ഇവിടെ ആര് ഏതൊക്കെ പ്രോസസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള ക്ലിയർ പിക്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്.
and the level of quality is always the same, controlled and monitored by the process and does not depend mainly on the person who is servicing the customer. This increases accountability among workers and it finally promotes quality because it helps to reduce the disintegration of work. റീഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഒരു ഇന്റഗ്രേഷൻ ഫോം ചെയ്യാൻ സാധിക്കും. ഓരോ ഫങ്ഷണൽ പ്രോസസ്സും നമ്മൾ റീഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. And this helps to increase the accountability among the workers and it finally promotes quality. So workers gain responsibility for their output and can measure their performance based on prompt feedback. So ഓരോരുത്തർക്കും അവരുടെ വർക്ക് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. And thereby the workers will work hard in order to attain the objectives of the organization. And it also helps to promote quality in the entire organization. And the next one is impatient and demanding customers. We all know that customers in the modern world have increased purchasing power to purchase the commodity whatever they need. So customer service oriented process aiming to eliminate customer complaints. So the organization importance കൊടുക്കേണ്ട ഒരു കാര്യം കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുക. കാരണം നമ്മൾ ERP സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, പുതിയൊരു ERP സിസ്റ്റം വരുമ്പോൾ അതിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേക മൊഡ്യൂൾ തന്നെ അഡീഷണൽ ആയി വരുന്നുണ്ട്. Thereby it helps the organization to interact with the customers very easily and we can able to maintain the satisfaction level of the customers to the topmost level. And the BRP adapted in the company process to make them more interactive and customer friendly. So the business process reengineering play a vital role in influencing the consumer behavior. Why? Because of we all know that consumers always expect best service from the organization and it is very essential from the part of organization to keep the customers loyalty and we want to retain the customers. If there is any unsatisfied customers, they will walk away from the organization and move to the competitors. So in order to avoid this walk away of customers, the business process reengineering helps to give a solution to make the customers more interactive and customer friendly. So എപ്പോഴും ഒരു ട്രഡീഷണൽ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റൽ ചേഞ്ചസ് അനുസരിച്ച് നമുക്കൊരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് മുഴുവൻ കോമ്പറ്റീറ്റേഴ്സിന് അടുത്ത് പോവുള്ളൂ. In order to avoid these walk away of customers, we need a complete ERP solution in the organization and thereby we need to redesign the existing functional activities of the organization into a modern or improved methods of services to the customers. And the next one is simple and streamlined operation. The operations of business become more dedicated towards the goals set up during business process reengineering by way of streamlined functions and removing unnecessary process. So ഇവിടെ നമ്മൾ ചെയ്യുന്നത് the company is redesigning the existing outdated process into a new modern process or new improved process. So ഏത് ഫംഗ്ഷൻ ആക്ടിവിറ്റീസ് ആണെങ്കിലും which leads to the success of the organization or which leads to the attainment of the objectives of the organization. So ഒരു unnecessary ആയിട്ടുള്ള ഏതെങ്കിലും പ്രോസസ് അല്ലെങ്കിൽ unwanted പ്രോസസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. എന്നിട്ടോ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മോഡേൺ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റീഡിസൈൻ ചെയ്ത് ഓരോ പ്രോസസ്സും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് thereby we can able to reduce the cost and time required for each and every process, and which helps to ensure the productivity and efficiency in the organization. So careful analysis and reforms of your business process will cause daily operations to make more sense. With more logical process, employees will find it easier to follow procedures and complete the task. അപ്പോൾ ഓരോ പ്രോസസ്സും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, കാരണം മുൻപുണ്ടായിരുന്നത് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ മെത്തേഡ് യൂസ് ചെയ്യുന്നു. സോ അവിടെ എക്സസ് സ്റ്റാഫ് നമ്മൾ റെഡ്യൂസ് ചെയ്തു, നിലവിലുള്ള സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന ആ കോംപ്ലിക്കേഷൻ പ്രോസസ് എന്നുള്ളത് സിംപ്ലിഫൈഡ് പ്രോസസ് ആയിട്ട് മാറിയിട്ടുണ്ട്. റീഡിസൈൻ ചെയ്യുമ്പോൾ സിംപ്ലിഫൈഡ് പ്രോസസ്സായി നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്.
സോ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രോസസ്സും റീ എഞ്ചിനീയറിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സും സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും എംപ്ലോയീസിന് സാധിക്കും. ആൻഡ് thereby we can able to ensure the productivity and efficiency in the organization. And the next one is increased efficiency. Improve company profitability and sustain competitive advantage. Boost employee productivity. Lower operational cost as a result of streamlining and eliminating some process. ഇങ്ങനെ ഓരോ സ്റ്റേജിലും, അതായത് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്തു, ക്വാളിറ്റി പ്രൊഡക്ട്സ് എൻഷുർ ചെയ്യാൻ സാധിച്ചു, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തു ബിക്കോസ് ഓഫ് സ്ട്രീംലൈനിങ് ദ പ്രോസസ് ഇൻ ദ ഓർഗനൈസേഷൻ. ചില പ്രോസസ്സുകളെല്ലാം ഒഴിവാക്കി കോമ്പറ്റീഷൻ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ കമ്പനി ക്യാൻ ഏബിൾ ടു improve the profitability or productivity in the organization, and thereby the enterprise can able to attain the goals of the organization, and which helps to increase the efficiency and productivity. So instead of struggling with organizational delay, employees have more time to perform meaningful work. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന പ്രോസസ്സിന് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് അത്രത്തോളം സമയത്തിന്റെ ആവശ്യമില്ല, അത്രത്തോളം കോസ്റ്റിന്റെ ആവശ്യമില്ല. ബിക്കോസ് വി സിംപ്ലിഫൈഡ് the existing process with the help of business process re-engineering, and thereby we can able to complete that process with a minimum span of time and cost, and better organization and goals creating more productive employees, and better products driving more sales, which improve effectiveness and efficiency. So ഓരോ പ്രോസസ്സും ക്ലിയർ ആയിട്ട് റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യാനും സാധിക്കും. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യും. കാരണം മുൻപ് ഒരു പ്രോസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരുന്നു. because they are making use of the traditional method and it is very difficult to attain the productivity. But now they are using modern methods of production because we redesigned the functional activity into modern business activity, and thereby it helps the employees to improve their productivity, and we are giving a better products and services to the customers, and thereby we can able to increase the sales to maximum extent. So sales improve, productivity improve ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് we can able to attain maximum efficiency or effectiveness. And the last objective or needs of business process re-engineering is better results and products. So efficiency and focused goals allow company and its employees to put more energy towards your products improvement. So business process re-engineering കൂടെ നമ്മൾ ഒരുപാട് പ്രോസസ് എല്ലാം റീഡിസൈൻ ചെയ്തു, and it also helps the employees to put more energy towards products improvement. In addition to that, better organizational schemes and lines of communication foster improvement and innovation, as well as insulating your business by making your company more reactive, improving results all around. Because the re-engineering business process provide improvement in all areas of business, and those improvements also reflect in the product improvement. ഓരോ പ്രോസസ്സിലും നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നു, മോഡേൺ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, എംപ്ലോയീസിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു, അവർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തു, അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു, ടൈം റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഓരോ പ്രോസസ്സിലും ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് thereby we can able to attain better results and better products to the consumers, and thereby we can able to increase the sales and helps to attain the organizational goals and objectives. So ഇവിടെ നമുക്ക് നമ്മുടെ റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നു, സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു, ബെറ്റർ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാൻ സാധിക്കുന്നു. സോ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൊണ്ടുവരുമ്പോൾ ഓർഗനൈസേഷനിലെ ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്, ആൻഡ് thereby we can able to attain the better results and products. So these are the important needs or objectives of business process re-engineering. They are the changing nature of business operation, cost and cycle time reduction, promote quality, impatient and demanding customers, simple and streamlined operation, increase efficiency and better results and products. So ഇവിടെ ബിസിനസ് ഓപ്പറേഷനിലെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചു, അതായത് പുതിയ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ബിസിനസ് പ്രോസസ്സിലെല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നു, and thereby we can able to reduce the cost and time, which ensure the productivity of the organization or which promotes the
quality of products, and thereby we can able to meet the demanding customers and helps to retain the customers to a largest extent, because we are simplifying the complicated operations into the simple and streamlined operation, which can ensure the efficiency and better results to the organization, and thereby organization can able to attain goals of the organization without much difficulty. So these are the important needs and objectives of business process re-engineering. And finally, the essence of the whole idea of business process re-engineering is to achieve dramatic improvements in critical and contemporary measures of performance such as cost, quality, service and speed. On the other hand, it allows an organization to acquire a competitive advantage over the other firms in the industry competing with each other. So business process re-engineering is the process of redesigning of the existing workflows or existing functional operations in the organization by way of eliminating the unwanted operation or process and replacing the outdated functional process with cross-functional activities by way of combining the information technology or modern methods in order to increase the sales or customer service. So I hope all of you understand the needs of business process re-engineering. Thank you. Thanks a lot.